773 നാമം സമാവർത്ത, സമ്യക്കായി വേണ്ട രീതിയിൽ ആവർത്തിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ ചുറ്റിക്കുന്നവൻ. പ്രപഞ്ചപ്രവർത്തനം ചുറ്റിത്തിരിയുന്ന ഒരു യന്ത്രം പോലെയാണ്. ദിനരാത്രങ്ങളും ഋതുക്കളും വത്സരങ്ങളും യുഗങ്ങളും നിരന്തരമായി ആവർത്തിക്കുന്നു. ജനനവും വളർച്ചയും ക്ഷയവും മരണവും ഭഗവത് ഇച്ഛയനുസരിച്ച് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 774 നാമം അനിവൃത്താത്മാ, ഒന്നിൽ നിന്നും നിവർത്തിക്കാത്ത ആത്മാവുള്ളവൻ, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നവൻ. 775 നാമം ദുർജയ, ജയിക്കപ്പെടാൻ ആകാത്തവൻ. 776 നാമം ദുരതിക്രമ, അതിക്രമിക്കപ്പെടാനാകാത്തവൻ. ഏതെങ്കിലും കാര്യത്തിൽ ഭഗവാനെ കടന്നു ചെല്ലാൻ ആർക്കും കഴിയില്ല. ഇവനെക്കുറിച്ചുള്ള ഭയം കൊണ്ട് അഗ്നിയും വായുവും അഞ്ചാമനായ മൃത്യുവും ഓടുന്നു എന്ന് കഠോപനിഷത്ത്. 777 ദുർലഭ, ലഭിക്കപ്പെടാൻ ആകാത്തവൻ. അനേകം ജന്മങ്ങളിൽ നേടിയ പുണ്യപരിഭാഗം കൊണ്ടേ കൃഷ്ണഭക്തി ഉണ്ടാകുകയുള്ളൂ. ആയിരക്കണക്കിന് ജന്മാന്തരങ്ങളിൽ അനുഷ്ഠിച്ച തപസ്സും ജ്ഞാനവും സമാധിയും കൊണ്ട് പാപങ്ങൾ നശിച്ച മനുഷ്യർക്ക് കൃഷ്ണനിൽ ഭക്തി ഉണ്ടാകുമെന്ന് വ്യാസൻ. അവൻ വാക്കുകൊണ്ട് പ്രാപിക്കാവുന്നവനല്ല, മനസ്സുകൊണ്ടും പ്രാപ്യനല്ല, കണ്ണുകൊണ്ടും പ്രാപിക്കാവുന്നവനല്ല, ഉണ്ടെന്ന് പറയുന്നവൻ ഒഴികെ മറ്റൊരുവനാൽ അവൻ എങ്ങനെ ഉപലഭ്യനാകുമെന്ന് കഠോപനിഷത്ത്. 778 നാമം ദുർഗമ, ഗമിക്കപ്പെടാൻ പ്രയാസമുള്ളവൻ. സ്വാർത്ഥതയും അഹംബുദ്ധിയും ഉപേക്ഷിച്ച് നിഷ്കാമമായ ഭക്തിയോടെ ശരണം പ്രാപിക്കുന്നവർക്കേ ഭഗവാനെ അറിയാനോ പ്രാപിക്കാനോ കഴിയൂ. 779 നാമം ദുർഗ, ഇടയ്ക്കുള്ള നിരവധി തടസ്സങ്ങളാൽ പ്രവേശിക്കാൻ എളുപ്പമല്ലാത്തവൻ. ദുർഗ ശബ്ദത്തിന് കോട്ട എന്നാണ് അർത്ഥം. കോട്ടയ്ക്കകത്ത് കടക്കാൻ വിഷമമാണ്. വളരെ പൊക്കമുള്ള മതിലുകൾ, അവയുടെ അടുത്ത് ചെല്ലാനാകാതെ രക്ഷിക്കുന്ന അഗാധമായ കിടങ്ങുകൾ, കൊത്തളങ്ങൾ, ആയുധപാണികളായ രക്ഷാഭടന്മാർ, ഇതൊക്കെ കടന്നാലേ കോട്ടയ്ക്കുള്ളിൽ എത്താനാകും. എത്തിയാൽ ഈ മതിലും കിടങ്ങുമൊക്കെ രക്ഷാകവചങ്ങളായി മാറും. കാണുവാൻ വിഷമമുള്ളവനും മായ കൊണ്ട് മറഞ്ഞവനും എല്ലാത്തിലും പ്രവേശിച്ചിരിക്കുന്നവനും ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നവനും ഹൃദയഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവനും പുരാതനുമായ ആ ദേവനെ അധ്യാത്മയോഗത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട് സാക്ഷാത്കരിച്ചിട്ട് ധീരൻ സുഖദുഃഖങ്ങളെ ഉപേക്ഷിക്കുന്നു എന്ന് കഠോപനിഷത്ത്. 780 നാമം ദുരാവാസ, ഹൃദയത്തിൽ കുടിയിരുത്താൻ എളുപ്പമല്ലാത്തവൻ. അല്ലയോ കൃഷ്ണ, മനസ്സ് ചഞ്ചലവും മഥിക്കുന്ന സ്വഭാവമുള്ളതും ബലമുള്ളതും ഉറപ്പുള്ളതുമാണ്. അതിനെ അടക്കുന്നത് വായുവിനെ അടക്കുന്നത് പോലെ ദുഷ്കരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ അർജുനൻ ഭഗവാനോട് പരാതിപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള മനസ്സിൽ ഭഗവാനെ കുടിയിരുത്താൻ എളുപ്പമല്ല. 781 നാമം ദുരാരിഹ, ദുരാരി എന്നതിന് ദുർമാർഗത്തിൽ പ്രവർത്തിക്കുന്നവൻ എന്നർത്ഥം. അവരെ ഹനിക്കുന്നവനായതുകൊണ്ട് ദുരാരിഹ. 782 നാമം ശുഭാംഗ. 556 നാമമായിട്ട് ഈ പദം നാം കണ്ടു. 739 നാമമായ വരാംഗ എന്ന പദവും സമാനമായ ആശയം ഉൾക്കൊള്ളുന്നതാണ്. ശുഭമായ അംഗങ്ങൾ ഉള്ളവൻ. 783 നാമം ലോക സാരംഗ, ലോകത്തിന് സാരംഗമായവൻ. സാരംഗം എന്ന് പറഞ്ഞാൽ വണ്ടാണ്. പുഷ്പത്തിൻ്റെ സൗന്ദര്യ മാർദ്ദവാദി ഗുണങ്ങളിൽ ഭ്രമിക്കാതെ വണ്ട് അതിൻ്റെ സാരമായ തേനിനെ സ്വീകരിക്കുന്നു. അതുപോലെ പ്രപഞ്ചത്തിൽ മായമൂലമുണ്ടാകുന്ന വ്യാപാരങ്ങളെയും പ്രതിഭാസങ്ങളെയും തിരസ്കരിച്ച് ഭഗവാൻ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ തിരിച്ചറിയുകയും അതുള്ളവരെ വർദ്ധിപ്പിക്കുകയും അവരുടെ നന്മയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. 784 നാമം സുതന്തു. തന്തു എന്നതിന് വിസ്താരം എന്നർത്ഥം. ശ്രേഷ്ഠമായ രീതിയിൽ സ്വയം വിസ്തൃതനായവൻ എന്ന് നാമത്തിനർത്ഥം. ഭഗവാൻ സ്വയം പ്രപഞ്ചമായി തീർന്നു. ലോകങ്ങളും പ്രാണികളും ജഡവസ്തുക്കളും അവയ്ക്കാധാരമായ പഞ്ചഭൂതങ്ങളും ത്രിഗുണങ്ങളും മറ്റുമായി ഭഗവാൻ സ്വയം രൂപം പൂണ്ടതുകൊണ്ട് സുതന്തു. 785 നാമം തന്തുവർദ്ധന, തന്തുവിനെ, വംശപരമ്പരയെ വർദ്ധിപ്പിക്കുന്നവൻ. ഈ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം ഭഗവാന്റെ സന്താനങ്ങളാണെന്ന് മുൻ നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു. പ്രപഞ്ചം അനശ്യൂതമായി വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. പുതിയ ലോകങ്ങൾ ഉണ്ടാകുന്നു. ഉള്ളവയിൽ പുതിയ വ്യക്തികളും സമൂഹങ്ങളും ഉണ്ടാകുന്നു. പുതിയ സസ്യങ്ങളും വസ്തുക്കളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. തൻ്റെ സന്താനങ്ങളെ ഭഗവാന്റെ കാരുണ്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 786 നാമം ഇന്ദ്രകർമ്മ, ഇന്ദ്രകർമ്മം ചെയ്യുന്നവൻ. ഇന്ദ്രകർമ്മം ഇന്ദ്രന്റെ കർമ്മവും ഇന്ദ്രമായ കർമ്മവുമാകാം. ഇന്ദ്രശബ്ദത്തിന് ഉത്കൃഷ്ടമായ ഐശ്വര്യം എന്നാണ് അർത്ഥം. ഇന്ദ്രന്റെ കർമ്മം എന്നർത്ഥം സ്വീകരിച്ചാൽ
നാമത്തിന് ലോകരക്ഷകൻ എന്നർത്ഥം വരുന്നു. ഇന്ദ്രൻ ദേവന്മാരുടെ രാജാവാണ്. ദേവന്മാർ പ്രകൃതി ശക്തികളുടെ നിയാമകരാണ്. ഇന്ദ്രമായ കർമ്മം ചെയ്യുന്നവൻ എന്നർത്ഥം സ്വീകരിച്ചാലും തത്വത്തിൽ വ്യത്യാസമില്ല. ഉത്കൃഷ്ടമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ. അല്ലയോ അർജുന, എൻ്റെ ജന്മത്തെയും കർമ്മത്തെയും തത്വത്തിൽ അറിയുന്നവൻ ശരീരം ത്യജിച്ചിട്ട് പിന്നെ ജനിക്കുന്നില്ല, എന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവത്ഗീത. 787 നാമം മഹാകർമ്മ, മഹത്തായ കർമ്മങ്ങൾ ചെയ്തവൻ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് ഭഗവാന്റെ മഹാകർമ്മം. ശൂന്യതയിൽ നിന്ന് സങ്കല്പമാത്രം കൊണ്ട് ഇത്രയേറെ വൈവിധ്യപൂർണമായ ഒരു ലോകം സൃഷ്ടിച്ചു. അതിലെ ഓരോ ഘടകത്തിനുള്ളിലെ ഓരോ അണുവും ഓരോ ലോകമാണ്. 788 നാമം കൃതകർമ്മ, കൃതമായ അല്ലെങ്കിൽ ചെയ്യപ്പെട്ട കർമ്മങ്ങളോട് കൂടിയവൻ. എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞവൻ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഓരോന്നിൻ്റെയും പ്രവർത്തനത്തിന് വേണ്ട വസ്തുക്കളെയും ജീവികളെയും സൃഷ്ടിച്ചു. ഓരോ ജീവിക്കും ആവശ്യം വേണ്ട ജ്ഞാനവും കൊടുത്തു. ഒടുവിൽ തൻ്റെ തന്നെ പ്രതിരൂപമായി മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാൻ വേണ്ട ബുദ്ധിയും വിവേകവും കൊടുത്തു. താൻ സൃഷ്ടിച്ച ലോകത്തിൻ്റെ സൃഷ്ടിക്കായിക്കൊണ്ട് ധർമ്മത്തിന് രൂപം കൊടുത്തു. ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ട സംവിധാനവും ഉണ്ടാക്കി നടപ്പാക്കി. സൃഷ്ടിച്ച ലോകത്തിൻ്റെ രക്ഷാഭാരം സ്വയം ഏറ്റെടുത്തു. എവിടെയൊക്കെ ധർമ്മച്യുതി ഉണ്ടാകുന്നു എന്ന് കണ്ടറിഞ്ഞിട്ട് ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഭഗവാന് പ്രവർത്തിക്കേണ്ടി വന്നു. മനുഷ്യന് മാതൃകയാകാൻ വേണ്ടി മനുഷ്യനായി ജനിച്ചു. മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിച്ച് ധർമാചരണത്തിന് മാതൃകയായി. 789 നാമം കൃതാഗമ, ആഗമങ്ങളെ സൃഷ്ടിച്ചവൻ. ആഗമ ശബ്ദം വേദങ്ങളെയും ആധ്യാത്മിക ശാസ്ത്രങ്ങളെയും കുറിക്കുന്നു. ഈ മഹത്തായ ഭൂതത്തിൽ നിശ്വസിതമാകുന്ന ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇതിഹാസം, പുരാണം, വിദ്യകൾ, ഉപനിഷത്തുകൾ, മന്ത്രങ്ങൾ, സൂത്രങ്ങൾ, മന്ത്രവിവരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ ഇവയെല്ലാം ഇവൻ്റെ തന്നെ നിശ്വസിതങ്ങളാകുന്നു എന്ന് ബൃഹദാരണ്യകോപനിഷത്ത്. എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടവൻ ഞാൻ തന്നെ, വേദത്തെ അറിയുന്നവരും ഞാൻ തന്നെയെന്ന് ഭഗവത്ഗീത. സമാവർത്തോ നിവൃത്താത്മാ ദുർജയോ ദുരതിക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ ശുഭാംഗോ ലോകസാരംഗ സുതന്തുസ്തന്തുവർദ്ധന ഇന്ദ്രകർമാ മഹാകർമാ കൃതകർമാ കൃതാഗമ.